പ്രിയമുള്ളവരെ, വചനജ്വാല 1593 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 10 ശനിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നും നാളെയും ഞങ്ങളുടെ ഇടവക ദേവാലയമായ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും വിശുദ്ധ അൽഫോൺസാമ്മയുടെയും സംയുക്ത തിരുനാൾ ഏറ്റവും സമുചിതമായി ആഘോഷിക്കുകയാണ്. തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചന വായനയിൽ ഏശയ്യായുടെ പുസ്തകം 48 അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ചരിത്രത്തെ നയിക്കുന്നവൻ, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുന്നവനും യൂദയായിൽ നിന്ന് ഉത്ഭവിച്ചവനുമായ യാക്കോബ് ഭവനമേ കേൾക്കുക. നിങ്ങൾ കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ ഏറ്റുപറയുന്നു. എന്നാൽ അത് സത്യത്തോടും ആത്മാർത്ഥതയോടും കൂടെയല്ല. നിങ്ങൾ വിശുദ്ധ നഗരത്തിന്റെ ജനം എന്ന് അഭിമാനിക്കുന്നു, ഇസ്രായേലിന്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. കഴിഞ്ഞ കാര്യങ്ങൾ വളരെ മുൻപേ ഞാൻ പ്രസ്താവിച്ചിരുന്നു, അവ എൻ്റെ അധരങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ അറിഞ്ഞു. ഞാൻ അവയെ വെളിപ്പെടുത്തി, ഉടൻ തന്നെ ഞാൻ പ്രവർത്തിച്ചു, അവ സംഭവിക്കുകയും ചെയ്തു. കാരണം നീ ദുശാഠ്യക്കാരനും നിന്റെ കഴുത്ത് ഇരുമ്പ് പോലെ വഴക്കമില്ലാത്തതും നിന്റെ നെറ്റി പിത്തള പോലെ കഠിനവും ആണെന്ന് ഞാൻ അറിയുന്നു. നിന്റെ വിഗ്രഹമാണ് അത് ചെയ്തത്, നിന്റെ കൊത്തി വിഗ്രഹങ്ങളും വാർപ്പ് ബിംബങ്ങളുമാണ് അവ കൽപ്പിച്ചത് എന്ന് നീ പറയാതിരിക്കേണ്ടതിന് ഞാൻ മുൻകൂട്ടി പറഞ്ഞു. സംഭവിക്കുന്നതിന് മുൻപേ ഞാൻ പ്രസ്താവിച്ചു. നീ കേട്ടുകഴിഞ്ഞു, ഇനി കാണുക, നീ അത് പ്രഘോഷിക്കുകയല്ലേ. ഇന്നു മുതൽ ഞാൻ നിന്നെ പുതിയ കാര്യങ്ങൾ കേൾപ്പിക്കും, നിനക്ക് അജ്ഞാതമായ നിഗൂഢ കാര്യങ്ങൾ തന്നെ. എനിക്ക് അത് അറിയാമായിരുന്നു എന്ന് നീ പറയാതിരിക്കേണ്ടതിന് അവയെ വളരെ നാൾ മുമ്പല്ല ഇപ്പോൾ സൃഷ്ടിച്ചതാണ്. നിങ്ങൾ അവയെപ്പറ്റി കേട്ടിട്ടില്ല, നീ ഒരിക്കലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ല. പണ്ട് മുതലേ നിന്റെ കാത് അടഞ്ഞാണ് ഇരുന്നത്. നീ വഞ്ചന കാണിക്കുമെന്നും ജനനം മുതലേ കലഹക്കാരനായി അറിയപ്പെടുമെന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നു. എൻ്റെ നാമത്തെ പ്രതി ഞാൻ കോപമടക്കി, എൻ്റെ മഹിമയ്ക്കായി നിന്നെ വിച്ഛേദിക്കാതെ അത് നിയന്ത്രിച്ചു. ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല. കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി, അതെ, എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അത് ചെയ്യുന്നത്. എൻ്റെ നാമം എങ്ങനെ കളങ്കിതമാകും? എൻ്റെ മഹത്വം ഞാൻ ആർക്കും നൽകുകയില്ല. യാക്കോബേ, ഞാൻ വിളിച്ച ഇസ്രായേലേ, എൻ്റെ വാക്കു കേൾക്കുക. ഞാൻ അവനാണ്, ആദിയും അന്തവുമായവൻ. എൻ്റെ കരങ്ങൾ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലത് കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ എൻ്റെ മുമ്പിൽ ഒന്നിച്ച് അണിനിരക്കുന്നു. നിങ്ങൾ ഒന്നിച്ചുകൂടി ശ്രവിക്കുവിൻ. അവരിൽ ആരാണ് ഇവയെല്ലാം പ്രസ്താവിച്ചത്? കർത്താവ് സ്നേഹിക്കുന്നവൻ ബാബിലോണിനെ കുറിച്ചുള്ള അവിടുത്തെ തീരുമാനം നടപ്പിലാക്കും. അവന്റെ കരങ്ങൾ കൽദായർക്കെതിരെ ഉയരും. ഞാൻ അതേ എന്ന് ഞാൻ തന്നെയാണ് അവനോട് സംസാരിച്ചത്, നിന്നെ വിളിച്ചത്. ഞാൻ അവനെ കൊണ്ടുവന്നു,
അവൻ തന്റെ മാർഗത്തിൽ മുന്നേറും. എന്റെ സമീപം വന്ന് ഇത് കേൾക്കുക. ആദ്യം മുതലേ ഞാൻ രഹസ്യമായല്ല സംസാരിച്ചത്. ഇവയെല്ലാം ഉണ്ടായപ്പോൾ ഞാനുണ്ട്. ഇപ്പോൾ ദൈവമായ കർത്താവ് എന്നെയും അവിടുത്തെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. നിന്റെ വിമോചകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിനക്ക് നന്മയായുള്ളത് പഠിപ്പിക്കുകയും നീ പോകേണ്ട വഴിയിലൂടെ നിന്നെ നയിക്കുകയും ചെയ്യുന്ന കർത്താവ് ഞാനാണ്. എന്റെ കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ നിന്റെ സമാധാനം നദി പോലെ ഒഴുകുമായിരുന്നു, നീതി കടലലകൾ പോലെ ഉയരുമായിരുന്നു. നിന്റെ സന്തതികൾ മണൽ പോലെയും വംശം മണത്തരി പോലെയും ആകുമായിരുന്നു. അവരുടെ നാമം എന്റെ മുമ്പിൽ നിന്ന് ഒരിക്കലും വിച്ഛേദിക്കപ്പെടുകയോ നശിക്കുകയോ ഇല്ലായിരുന്നു. ബാബിലോണിൽ നിന്ന് പുറപ്പെടുക, കൽദായയിൽ നിന്ന് പലായനം ചെയ്യുക, ആനന്ദഘോഷത്തോടെ ഇത് പ്രഖ്യാപിക്കുക, പ്രഘോഷിക്കുക. കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചുവെന്ന് ഭൂമിയുടെ അതിർത്തികൾ വരെയും വിളിച്ചറിയിക്കുക. അവിടുന്ന് മരുഭൂമിയിലൂടെ അവയെ നയിച്ചപ്പോൾ അവർക്ക് ദാഹിച്ചില്ല. അവർക്കായി അവിടുന്ന് പാറയിൽ നിന്ന് ജലം ഒഴുക്കി. അവിടുന്ന് പാറയിൽ അടിച്ചു, ജലം പ്രവഹിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവുകയില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വില്യം ബെറൂയേറെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ബെൽജിയത്തിലെ റനവേഴ്സിൽ ഒരു കുടീര കുടുംബത്തിൽ ജനനം. ബാല്യം മുതൽ തന്നെ സമ്പത്തിനോടും ലൗകികാർഭാടങ്ങളോടും അവജ്ഞ പ്രകടിപ്പിച്ചു. വില്യം പഠനത്തിലും ഭക്താഭ്യാസങ്ങളിലും നിയമജ്ഞനായി. പൗരോഹിത്യത്തിലേക്ക് ദൃഷ്ടി തിരിച്ചു. പുരോഹിതനായ ശേഷം കുറെ നാൾ സൊസോണിലും പാരീസിലും കാനാനായിരുന്നുവെങ്കിലും തപോജീവിതം ലക്ഷ്യമാക്കി ഗ്രാൻമോന്തിലെ ഏകാന്തത്തിലേക്ക് നീങ്ങി. അവിടെ വൈദികരായ സഹോദരന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം സിസ്റ്റേഴ്സ്യൻ സന്യാസ സഭയിൽ ചേർന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. ഏറെ താമസിയാതെ പൊന്തീജിയിൽ സുപ്പീരിയർ ഫോൺസീജിയൻ ആശ്രമത്തിലെ ആപട്ടുമായി. എളിമയും ഇന്ദ്രിയ നിഗ്രഹവും വഴി ഉയർന്ന പ്രാർത്ഥനയുടെ മാധുര്യം ദൈവം അദ്ദേഹത്തിന് നൽകി. അധികം വൈകാതെ സൂർഷിലെ ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ വില്യം ആ സ്ഥാനത്തേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. തലവന്മാരിൽ നിന്നും മാർപ്പാപ്പയിൽ നിന്നും നിർബന്ധപൂർവമായ കൽപ്പനകൾ ഉണ്ടായതിനു ശേഷമാണ് തൻ്റെ ഏകാന്തവാസം അവസാനിപ്പിച്ചത്. ആർച്ച് ബിഷപ്പായ ശേഷവും തപശ്ചര്യ വർദ്ധിപ്പിച്ചു. ഉടുപ്പിനുള്ളിൽ രോമച്ചട്ട ധരിച്ചും മാംസം കഴിക്കാതെയും ദരിദ്രരെ സഹായിച്ചും കാരുണ്യവും സ്നേഹവും കൊണ്ട് ഒരുപാട് പേരെ മാനസാന്തരപ്പെടുത്തിയും കഴിഞ്ഞു. അവസാനത്തെ പ്രസംഗം പനിയുള്ളപ്പോഴാണ്. പിന്നീട് പനി വർദ്ധിച്ചു. അന്ന് തന്നെ അദ്ദേഹം തിരുപാതയം സ്വീകരിച്ചു. പാതിരാത്രി ചെല്ലാനുള്ള ജപം നേരത്തെ ആരംഭിച്ച് 2 വാക്കു ചൊല്ലി. പിന്നെ മിണ്ടിയിട്ടില്ല. അനന്തരം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം രോമച്ചട്ടയോടുകൂടി ചാരത്തിൽ കിടത്തി. താമസിയാതെ അദ്ദേഹം ദിവംഗതനായി. പ്രിയമുള്ളവരെ, വിശുദ്ധ വില്യം ബെയൂറിൻ്റെയും അതുപോലെ തന്നെ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെയും വിശുദ്ധ അൽഫോൺസാമ്മയുടെയും മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.